ഒരു ഗീവ് അവേ ആയിട്ടാണ് അവര് കേരളത്തിൽ ആരും തരാത്തൊരു ഗീവ് അവേ ഐഫോൺ S20 അട്ട. എല്ലാവർക്കും നമസ്കാരം. പുതിയ ചില അമളികളും തമാശകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുമല്ല, മാഷ് നോണറിയാം. ഈടെ മാഷിക്ക് ഒരു താല്പര്യമില്ല. പലരും സ്വിമ്മിംഗ് പൂളിനകത്ത് ആരും അറിയാതെ ഇത് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. വിവാഹ പാർട്ടിക്ക് ശേഷം എല്ലാവരും കൂടി ഒന്ന് ആർമാദിക്കണമെന്ന് കരുതിയതാണ്. ഇനി ആരും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഇനി ബുദ്ധിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ടാസ്ക് ആണ് കാണിക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായവർ മാത്രം ഒന്ന് കമന്റ് ചെയ്യുക. എങ്ങടെ പോണ് രണ്ടാളോ? ഞങ്ങള് മൂത്താച്ചനെ കാറില് ഓരോ വീട്ടിൽ കൊണ്ടാക്കാന് പോകുമ്പോഴ് ഒരു കല്യാണത്തിനോട് വന്നിക്കണേ. അപ്പൊ അത് അമ്മേന്റെ മൂത്തച്ഛന്റെ കുട്ടികളാണിത്. ഇതാരാ? ഐഷു ഐഷു ഇതാരാ? ഇപ്പുറത്തുള്ള ഇമ്മ. ഐഷു പറഞ്ഞ ഇമ്മ. ഈ ആരാ? ഞാൻ അച്ചു. അച്ചു. ഇത് എന്റെ മോളിന്റെ എത്തിന്റെ അമ്മേന്റെ കുട്ടിയല്ലേ? എങ്ങനെ ബന്ധം മനസ്സിലായില്ല. അമ്മായിന്റെ മോളിന്റെ മൂത്തേച്ചന്റെ കുട്ടി. ഈ എന്റെ ആരാ? ഇവള് ഓക്കെ. ഇമ്മ എന്റെ ആരാ? ഇവള് മനസ്സിലായില്ല. മോളിന്റെ ഫ്രണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കഴിച്ചിലാകാനുള്ള പ്ലാനിങ്ങിലാണ്. കഴിച്ചിലാവോല്ലൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മള് പ്ലാനിങ് ഡെയിലി നടക്കണം. ഇനി ഇതാ സെക്കൻഡുകൾക്കുള്ളിൽ ക്യാരക്ടറുകൾ മാറി മറിയുന്ന മറ്റൊരാളെയാണ് കാണിക്കുന്നത്. കണ്ടു നോക്കാം. എന്തായാലും എല്ലാവരും പേടിച്ചു പോയി എന്ന് തന്നെ കരുതാം. ഇനി ഇതാ ഒരു പാട്ടുമായി വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു പാട്ട് മാത്രം കേട്ടല്ലോ. തന്നെ കിട്ടി വിട്ടില്ല കിന്നാടും ഇനി ഇതാ ഒരു വെറൈറ്റി ഓട്ട മത്സരമാണ് കാണിക്കുന്നത്. ആരാണ് വിജയ് എന്ന് നിങ്ങൾ തന്നെ പറയുക. ഫുട്ബോൾ ഇതുപോലെ തട്ടിക്കളിക്കാൻ ആർക്കുമാകും. എന്നാൽ ഗോൾ വലയം കാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. ഗോൾ കീപ്പറിന് വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല, അത് ആരാധകരുടെ മുന്നിലും. ഇവൻ ഒരു ടീമിന്റെ ഒരു ഭാഗമല്ലേ, അവൻ അവന്റെ ജോലി ചെയ്യുകയല്ലേ എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ എല്ലാവർക്കും അറിയാത്തൊരു സത്യമുണ്ട്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഓരോ പന്തിന് എടുത്തു ചാടുമ്പോഴും തന്റെ ശരീരം പോയാലും വേണ്ടില്ല, ടീമിന്റെ വിജയമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ ഓരോ പന്ത് സേവ് ചെയ്യുമ്പോഴും കൈയടികളൊന്നും അധികം. ഇതുപോലൊരു കീപ്പർ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് താഴെ പറയുക. വിവാഹ പന്തലിൽ യുവാക്കൾക്കൊപ്പം ഡാൻസ് കളിച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ അപ്പൂപ്പനും അങ്ങ് ചെറുപ്പക്കാരനായി. കണ്ടു നിൽക്കുന്നവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ ആ ഡാൻസ് ഒന്ന് കാണാം. എന്നാൽ ഇവിടെ ഇതാ ഡാൻസ് കളിക്കാൻ എത്തിയത് ഇദ്ദേഹം തനിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കളിക്കാൻ ആരെയും കിട്ടിയില്ല എന്നതാണ് സത്യം.
കൂടെ കളിക്കാൻ ഒരാൾക്ക് വേണ്ടി ഇദ്ദേഹം പരമാവധി എല്ലാവരെയും വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആരും തയ്യാറാകുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇവർ ആ വേദിയിൽ ഇല്ലാതെ പോയി എന്നതാണ് സത്യം. ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു കൂട്ടാകുമായിരുന്നു. എല്ലാവർക്കും മുൻപിൽ വളരെ ധൈര്യപൂർവ്വമുള്ള ഉമ്മയുടെ ആ ഡാൻസ് ഒന്ന് കാണാം. വിവാഹ പന്തലുകളിലും ഇതുപോലുള്ള വേദികളിലുമൊക്കെ ഡാൻസ് കളിക്കാൻ ആർക്കുമാകും. എന്നാൽ ഇതുപോലെ ലൈൻ ബസ്സിൽ ഡാൻസ് കളിക്കാൻ എല്ലാവർക്കുമായി എന്ന് വരില്ല. എല്ലാവരും ഡാൻസ് കളിച്ചാണ് ശ്രദ്ധ നേടുന്നത് എങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ പാട്ടുപാടിയാണ്. നീ വരും പോത് വീട്ടിലെ കൊഞ്ചം വയസ്സി എന്നോട് മനസ്സിൽ നീ വന്ന് പാരേ എങ്കയുമില്ലേ എന്നെ പോലാടി சொல்லடி ഹലോ എനിക്ക് ഇവിടെ ഇതാ വീട്ടിൽ വന്ന അതിഥികൾ കൊച്ചിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കിയതാണ്. എന്നാൽ വീട്ടുകാർക്ക് ചെറിയ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. It was at this moment that he knew he fucked up. ഏതാണ് ഹോസ്പിറ്റൽ എന്നറിയില്ല. എന്തായാലും ഈയിടെയായി ആക്സിഡന്റ് കേസുകൾ കൂടുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കൊള്ളാലോ കളി, അടുത്ത പോലത്തെ ഇത് കൊള്ളാമല്ലോ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. ദേശങ്ങൾ ജന്മങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നെന്നറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ, ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. പുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. രാത്രി വീട്ടിൽ വരാതിരുന്നതിന് വഴക്ക് പറയുന്ന അമ്മയെ ഒന്ന് പരിചയപ്പെടാം. ഇന്നലെ 4 മണിക്ക് ഇവിടുന്ന് പോയതല്ലേ? ഇന്നലെ 4 മണിക്ക് ഇവിടുന്ന് പോയിട്ട് ഇപ്പോഴാ വന്നത്. വിശപ്പൊന്നുമില്ലേ? ഭാര്യ വീട്ടുകാർ വല്ലതും തന്നോ? മീൻ തന്നോ? ചോറ് തന്നോ? പാല് തന്നോ? എന്താ വിശപ്പില്ലാത്ത? പാലൊന്നും വേണ്ടേ? വേണ്ടേ? ഉറങ്ങാൻ മതിയോ? ഉറങ്ങാൻ മതിയോ? നിങ്ങൾ ഒന്ന് തല്ലിപ്പെടുത്താതെ ഒന്ന് പോ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, അതാണോ പറയുന്നത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.
വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.